നിതീഷ് സ്റ്റേഷൻ ഓഫീസറാണ്. സുൽത്താൻ ബത്തേരി ഈ നിബിലിൻ്റെ റെസ്ക്യൂവിന് ടീമിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനാണ് നിതീഷ് കുമാർ. നിതീഷ് കുമാർ, ഞാൻ നേരത്തെ നിബിലിനോട് പറയായിരുന്നു, ഞങ്ങളൊക്കെ നിങ്ങളെ ഹൃദയം കൊണ്ട് സല്യൂട്ട് ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ഈ രക്ഷാദൗത്യത്തിൽ ആദ്യം കേൾക്കുന്ന ഏറ്റവും ശുഭകരമായൊരു വാർത്ത, നമ്മൾ ഒരു മനുഷ്യനെ 10 മണിക്കൂറിന് ശേഷം ചെളിയിൽ നിന്ന് രക്ഷിച്ചെടുത്തു എന്നുള്ളതാണ്. മണ്ണിനടിയിൽ നിന്ന് പൊങ്ങി വന്നൊരു മനുഷ്യൻ 10 മണിക്കൂർ ചെളിയിൽ കഴുത്തോളം മുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ, അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. സാധാരണ രീതിയിൽ അങ്ങോട്ട് പോകാൻ നമ്മൾ ഭയക്കും. പക്ഷേ നിതീഷ് അങ്ങനെ പറയാൻ തോന്നിയത് എന്താണ്? നമുക്ക് രക്ഷിച്ചേ പറ്റൂ എന്ന് നിതീഷ് പറഞ്ഞു എന്നാണ് ഇപ്പോൾ നിബിൽ പറഞ്ഞത്. അത് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് അവിടെ ആദ്യമായി എത്തിയത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ അഭിമാനത്തോടെയാണോ അതോ വിഷമത്തോടെയാണോ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതൊരു അതോറിറ്റിയെ കാട്ടിയും, അതായത് ഏതൊരു അതോറിറ്റി ആണെങ്കിലും, ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതൊരു അതോറിറ്റി ആണെങ്കിലും ദുരന്ത മുഖത്ത്, അതായത് ആ ഒരു ദുരന്തം നടന്ന സ്പോട്ടിൽ ആദ്യം എത്തിയ ഒരു റെസ്പോൺസിബിൾ ഓഫീസർ ഞാനാണെന്നുള്ള കാര്യം ഞാൻ വളരെ അഭിമാനത്തോടെയാണ്, വിഷമത്തോടെ പറയാൻ എനിക്കറിയില്ല. അപ്പോൾ അന്ന് കണ്ട കാഴ്ച വളരെ ഭയാനകമായിരുന്നു. ഭയാനകം എന്ന് പറഞ്ഞാൽ അതിൽ ഭയാനകമായിരുന്നു. കാരണം ഞങ്ങൾ പോകുമ്പോൾ ഈ പറയുന്ന പോലെ അത്രയ്ക്കൊരു ആദ്യത്തെ കാഴ്ചയിൽ ഞങ്ങൾ ഇത്ര വലിയൊരു ഒരു പുഴ അല്ലെങ്കിൽ കൈത്തോട് പോലൊരു പുഴയായിരുന്നു. രണ്ടാമത് വീണ്ടും ഞങ്ങളുടെ അവിടെ ഉള്ളവർ ആ തുരുത്തിൽ കുടുങ്ങിയിരിക്കുന്ന, ചുരുൾമല തുരുത്തിൽ കുടുങ്ങിയിരിക്കുന്നവരാണ് ഞങ്ങളോട് പറഞ്ഞത്, ഓടിക്കോ വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ലെവലിൽ ഞങ്ങൾ ഓടിപ്പോയിട്ട് പിന്നെ ഒരു വെള്ളം വന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകൾ വളരെ ഭയാനകമായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ, എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ബാക്കിയുള്ളവർ ആ 2 ഭാഗവും പുഴയൊഴുകുന്നു, നടുക്കിലൊരു തുരുത്തിൽ ഒരുപാട് ജീവനുകൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി യാചിക്കുന്നു. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ഏത് മാർഗ്ഗം ഉപയോഗിച്ചു അവരെ രക്ഷപ്പെടുത്തുക എന്ന രീതിയിൽ ഞാൻ അഭിമാനത്തോടെ പറയട്ടെ. ഞാൻ ഒരു നമ്മൾ നമ്മുടെ റോപ്പ് എടുത്ത് ഒരറ്റം നമ്മുടെ ഇങ്ങേയറ്റത്ത് കെട്ടി മറ്റേ അറ്റം നമ്മൾ അവിടെ രക്ഷിക്കണേന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ കരഞ്ഞ് വിളിച്ചിട്ടാണ് അയാൾ ആ തെങ്ങിൽ കെട്ടിത്തന്നത്. എന്നിട്ട് ആദ്യം ഇറങ്ങിയത് ഇദ്ദേഹം തന്നെയാണ്. അത് ഞാൻ വളരെ അഭിമാനത്തോടെ പറയും. കാരണം എനിക്ക് ഇവരുടെയൊക്കെ സ്റ്റേഷൻ ഓഫീസറാന്ന് പറയാൻ തന്നെ വളരെ അഭിമാനമാണ്. കാരണം ഇതുപോലൊരു ക്രൂ എൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് ആളെയും എവിടെ കിടക്കുന്ന ആളെയും രക്ഷപ്പെടുത്തുന്നത് ഞാൻ വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും. അപ്പോൾ അത്തരത്തിലേക്ക് നമ്മൾ 3 പാലങ്ങളുണ്ടാക്കിയിട്ട്, അതായത് അവിടെ വീണ് കിടക്കുന്ന തടി വെട്ടി നമ്മൾ കയറുപയോഗിച്ച് വലിച്ച് പാറയുടെ മുകളിലേക്ക് എത്തിച്ചിട്ടാണ് ഗർഭിണികളെയും അതുപോലെ തന്നെ വയസ്സായവരെയും ചില ആൾക്കാർ വളരെ പറയുന്നത് ഞങ്ങളുടെ ഓമന പെറ്റാണ്, പെറ്റില്ലാതെ ഞങ്ങൾ വരില്ല എന്ന്. അങ്ങനെ പെറ്റുകളായിട്ടുള്ള ഡോഗിനെയും ക്യാറ്റുകളെയും എല്ലാം എടുത്തിട്ട്, അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുമ്പോൾ ഒരു വൃദ്ധനായൊരു ആൾ, ഞാനില്ല സാറേ നിങ്ങൾ ബാക്കിയുള്ളവരെ കൊണ്ടുപോയിക്കോ, ഞാനവിടെ കിടന്ന് മരിച്ചോളാം, കാരണം എൻ്റെ ബാക്കിയുള്ളവരൊക്കെ പോയി എന്ന രീതിയിൽ. അപ്പം നമ്മൾ അയാളുടെ കാല് പിടിച്ചിട്ടാണ് ഒന്ന് തിരിച്ച് റെസ്ക്യൂ ചെയ്തത്. അപ്പോൾ ആ മിഷൻ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ടീമിലെ എനിക്ക് അസാധ്യമായിട്ടുള്ള ധൈര്യം എനിക്ക് എൻ്റെ ടീമിനോട് വന്നു. അപ്പോൾ അതിലാണ് ഇങ്ങനെ ഒരു ആൾ കിടക്കുന്നുണ്ട്, അയാളുടെ കൈ മാത്രം കാണുന്നുവെന്ന് ഒരു അറിയിപ്പ് കിട്ടിയത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോയത്. ആക്ച്വലി ആ പോയി കഴിഞ്ഞപ്പോൾ ആണ് നമ്മൾ അതിൻ്റെ ഭീകരത, അതായത് അതിന് മുമ്പ് നിബിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ വലിയ തടി വെട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള തടി വെട്ടിയിട്ടിരുന്നു. അത് പാറയ്ക്ക് മുകളിൽ തടി വെട്ടിയിട്ടായിരുന്നു. ഈ തടി വെള്ളത്തിൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായി. കാരണം തടി വെട്ടിയിട്ട് ഒലിച്ചു പോയി. വേറൊരു ഓപ്ഷൻ 2 തവണ പുഴ കിടക്കണം. അറിയിപ്പ് വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ രാവിലെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ കൊടുത്തപ്പോൾ അവിടെ രാഘവൻ എന്ന് പറയുന്ന ഒരാൾ, ഞങ്ങൾക്ക് ഇതുവരെ അദ്ദേഹത്തെ ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അദ്ദേഹം റിപ്പോർട്ടറിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ഒരാൾ സാറേ മുങ്ങിച്ചാവാൻ പോകുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അയാൾ കരയുക ചെയ്യുന്നത്. നമ്മൾ വളരെ പെട്ടെന്ന് മിനിസ്റ്ററുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്തു. മിനിസ്റ്റർ പറഞ്ഞു റെസ്ക്യൂ ടീം എന്തായാലും അവിടെ എത്തും എന്ന് മിനിസ്റ്റർ കെ രാജൻ നമുക്ക് ഉറപ്പ് നൽകി ആ സമയത്ത്. അതിനുശേഷമാണ് ഈ സ്ഥലം വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്തു, നിങ്ങൾക്കുള്ള ഡയറക്ഷൻ കിട്ടുകയും ചെയ്തു. രാഘവൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളവിടെ എത്തുന്നത് വരെ രാഘവൻ വിളിച്ചുകൊണ്ടിരിക്കും. രാഘവൻ ഇടയ്ക്ക് കരയാണ്, സാറേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾ കണ്ടു നിൽക്കുകയാണ്, അയാൾ മരിച്ചു പോകും സാറേ എന്ന് പറഞ്ഞ് ഉള്ളുപൊട്ടി കരയുന്നുണ്ടായിരുന്നു രാഘവൻ. അപ്പോൾ നിങ്ങൾ രക്ഷിച്ചെടുത്ത സമയത്ത് ഞങ്ങൾ രാഘവനെ വിളിക്കാൻ നോക്കി, പക്ഷേ അപ്പോഴേക്ക് രാഘവനെ റെസ്ക്യൂ ചെയ്തുകൊണ്ട് പോയി മറ്റൊരു ടീം. അങ്ങനെയാണ് നിങ്ങളവിടെ എത്തുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങൾ ചെയ്തത് ഒരു വലിയൊരു കാര്യമാണ്. ഈ രക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം അരുൺ നിങ്ങളുമായിട്ട് വീഡിയോ കോൺഫറൻസ് നടത്തിയെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അരുൺ എന്താ പറഞ്ഞത് നിങ്ങളോട്? ആണോ? ഇല്ല, ഞാൻ ഇന്നും ഈ വേഷത്തിൽ നിൽക്കുന്ന ഞാൻ ആ സ്പോട്ടിൽ നിന്ന് വരുന്ന വഴിയാണ്. ഞാൻ വേറൊന്നും ഞാൻ ഇതുവരെ പത്രവും കണ്ടിട്ടില്ല, ഒരു തരത്തിലും കണ്ടിട്ടില്ല. ഞാൻ രാവിലെ 11 മണിക്ക് വരുന്നു, രാവിലെ 6 മണിക്ക് പോകുന്നു അല്ലാതെ. ഇപ്പോൾ ഇന്നിപ്പോൾ വാർത്ത തന്നെ, ഇന്നും അദ്ദേഹം നിന്ന സ്പോട്ടിലാണ് ഞങ്ങൾ ബാക്കി കൂടുതൽ സെർച്ച് ചെയ്തത്. പക്ഷേ ഇപ്പോഴും ആ ചതുപ്പ് മാറിയിട്ടില്ല. ഹിറ്റാച്ചി ഇന്നും 2 ഹിറ്റാച്ചി കുടുങ്ങിയാണ് ഞങ്ങൾ തിരിച്ച് കയറ്റിയത് ചെയ്തത്. അപ്പോൾ ആക്ച്വലി ഞാൻ രാവിലെ
6:45 പോകുന്നു, 11 മണിക്ക് വരുന്നു. ഈ 5 ദിവസം തുടർച്ചയായിട്ട് എൻ്റെ പ്രോസസ്സ് ഇങ്ങനെയാണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് വേറൊരു തരത്തിൽ ഒരാൾ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നിബിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനോട് വന്നത് എൻ്റെ ഡ്രസ്സൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ വേറെ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. ടീം അത് നിധീഷിൻ്റെ ഓഫീസിൽ മാത്രമല്ല, കേരളത്തിലുടനീളം ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നടത്തിയ എഫേർട്ട് എന്ന് പറയുന്നത് അത്രമേൽ ശ്രമകരമായ ഒരു എഫേർട്ടാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്കെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഇതൊരു സല്യൂട്ട് ഉണ്ട്. വൺസ് അഗെയിൻ താങ്ക് യു നിതീഷ്. എനിക്കറിയാം നിതീഷ് തിരക്കിലാണ്.